ശ്രീജിത്ത് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇടതു ക്യാമ്പിന് കൂടുതൽ ആവേശം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തൃശ്ശൂർ മുതൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വരാജിനെ സ്വീകരിക്കാൻ ഇടത് പ്രവർത്തകർ, CPM പ്രവർത്തകർ ഇങ്ങനെ കൂട്ടം കൂട്ടമായി എത്തുന്നത് നമ്മൾ രാവിലെ മുതൽ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അതിന് സമാനമായ കാഴ്ച തന്നെയാണല്ലോ നിലമ്പൂരിലെ ഇപ്പോൾ ഈ വാഹന പര്യടനം നടക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന ഈ യാത്രയിലും കാണുന്നത്. ഒരു വലിയ ആവേശം ഇടത് ക്യാമ്പിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? വിജയകുമാർ, LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജിന്റെ കടന്നുവരവ് നിലമ്പൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2006 ശേഷം ഇതാദ്യമായാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ നിലമ്പൂരിൽ മത്സരിക്കാനെത്തുന്നത്. അതിന്റെ ആവേശം അണികൾ പ്രകടമാണ്. രാവിലെ 10:30 ശേഷമാണ് എം സ്വരാജ് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയത്. അദ്ദേഹത്തിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുള്ള റോഡ് ഷോയാണ് പിന്നീട് നടന്നത്. റോഡ് ഷോ ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതല്ല. ഉച്ചയ്ക്ക് ശേഷമാണ് LDFിന്റെ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇത് ഒരു ആൾക്കൂട്ടത്തിന്റെ ഒരു ബാഹുല്യത്തിൽ ഒരു റോഡ് ഷോ ആയി രാവിലത്തെ സ്വീകരണ പരിപാടി മാറുകയായിരുന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങ് നിലമ്പൂർ ടൗൺ വരെ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരം റോഡ് ഷോ കടന്നു വന്നു. 2 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഈ റോഡ് ഷോ ഇവിടെ എത്തിയത്. അത്രയ്ക്ക് വലിയ ജനബാഹുല്യമുണ്ടായിരുന്നു. ആളുകൾ സ്വരാജിന്റെ സ്വീകരണ പരിപാടികൾ വീക്ഷിക്കാനായി എത്തുകയും ചെയ്തു. ഇന്നും UDFിന്റെ നോമിനേഷൻ ഇന്ന് തന്നെയായിരുന്നു. അവരുടെയും റോഡ് ഷോ സമാന്തരമായി കടന്നു പോകുന്നു. അങ്ങനെ നിലമ്പൂർ പട്ടണത്തെ ആവശ്യത്തിലാക്കുന്ന ഒരു റോഡ് ഷോയ്ക്ക് ശേഷമാണ് റോഡ് ഷോയോടെയാണ് നിലമ്പൂരിലെ LDFിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റോഡ് ഷോ ഉണ്ട്. മണ്ഡലത്തിൽ ഇന്ത്യ എല്ലായിടത്തും എത്തുന്ന റോഡ് ഷോ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തും. അതോടുകൂടി LDFിന്റെ പ്രചാരണ പരിപാടികൾ അതിന്റെ പൂർണ്ണ തോതിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കുമെന്ന് നേരത്തെ കേട്ടിരുന്നല്ലോ. അത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണോ ശ്രീജിത്ത് നമ്മൾ കരുതേണ്ടത്? നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് LDF നേതൃത്വം ഉദ്ദേശിച്ചിരുന്നത്. അല്പം മുമ്പ് ഈ CPIMന്റെ മണ്ഡലം സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി VP ഷൗക്കത്തിനോട് സംസാരിച്ചപ്പോഴും ഇന്ന് തന്നെ നൽകാൻ പരമാവധി ശ്രമിക്കുന്നു. കാരണം ഇനി അതിന് സമയം കളയാനില്ല. നാളെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ തിരക്കിലാണ്. മറ്റന്നാൾ അവസാന ദിവസമാണ് നോമിനേഷൻ സമർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ ഈ നടപടി ഇങ്ങ് പൂർത്തിയാക്കുക എന്നാണ് LDF ലക്ഷ്യമിടുന്നത്. ഇതനുസരിച്ച് നോമിനേഷന്റെ എല്ലാ പത്രികാ പൂരിപ്പിക്കലടക്കമെല്ലാം പൂർത്തിയായി. ഇതിന്റെ രേഖകൾ ഒന്ന് സൂക്ഷ്മ പരിശോധന പാർട്ടി തലത്തിൽ നടത്താനാണ് ഇപ്പോൾ സ്വരാജ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പത്രികാ സമർപ്പണം ഇന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരും. യെസ്, ഇടത് ക്യാമ്പിലെ വിവരങ്ങളാണ് ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് നൽകിയത്.